മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR ജയകുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിയമപാഠത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചുറ്റുപാടുകൾ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നാം ഓരോരുത്തരും സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷിക്കുവാൻ ഓരോ ഇന്ത്യൻ പൗരനുമുള്ള കടമയുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 51AG അനുച്ഛേദം. ഈ അനുച്ഛേദപ്രകാരം പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും ഓരോ ഇന്ത്യൻ പൗരനിലും നിക്ഷിപ്തമായിരിക്കുന്ന മൗലിക കർത്തവ്യമാണ്. അതിനാൽ ഓരോ പൗരനും പരിസ്ഥിതിയെയും വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, പക്ഷിമൃഗാദികളെയും ഒക്കെ സംരക്ഷിക്കണമെന്നും എല്ലാ ജീവികളോടും സഹാനുഭൂതി കാണിക്കണമെന്നും ഭരണഘടനയുടെ ഈ അനുച്ഛേദത്തിലൂടെ നിർദ്ദേശിക്കുന്നു. ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന യാഥാർത്ഥ്യമാണ് ഭരണഘടന ഒരിക്കൽ കൂടി നമുക്ക് നേരെ ചൂണ്ടുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പര്യാപ്തമായ നിയമ നടപടികളൊന്നും 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന നിലയിലല്ലാതെ പരിസ്ഥിതിയുടെ അവിഭാജ്യ ഘടകങ്ങളായ വായു, ജലം എന്നിവയെ മലിനപ്പെടുത്തുക, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന തരത്തിൽ അന്തരീക്ഷം മലിനപ്പെടുത്തുക തുടങ്ങിയ പ്രവർത്തികൾ ശിക്ഷാർഹമാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയ്ക്കൊക്കെ ശിക്ഷകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാമമാത്രമായ ശിക്ഷാ നടപടികൾ മാത്രമേ നൽകുവാനുള്ള വ്യവസ്ഥ ഉള്ളൂ. ഇന്ത്യൻ ശിക്ഷാ നിയമം രൂപകൽപ്പന ചെയ്യുമ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 277, 278 വകുപ്പുകളിൽ മലിനീകരണം നടത്തുന്നവരെ ശിക്ഷിക്കുവാനുള്ള നടപടികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 277 വകുപ്പ് പ്രകാരം ജലം ഉപയോഗപ്പെടുത്തുവാനാകാത്ത രീതിയിൽ പൊതു നീരുറവകൾ, ജലാശയങ്ങൾ തുടങ്ങിയവയുടെ ജലം അശുദ്ധമാക്കുകയോ മലിനീകരിക്കുകയോ ചെയ്താൽ 3 മാസം വരെയുള്ള ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ 500 രൂപയോ അല്ലെങ്കിൽ ഈ 2 ശിക്ഷകളും കൂടിയോ നൽകി ശിക്ഷ നടപ്പിലാക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ തന്നെ 278 വകുപ്പ് പറയുന്നത് എന്താണ്? ഏതെങ്കിലും സ്ഥലവാസികളുടെ ബിസിനസ്സിന് ഹാനികരമാകാത്ത രീതിയിലോ സമീപ സ്ഥലത്ത് ബിസിനസ് നടത്തുന്നവരിലെയോ പൊതുവഴിയിലൂടെ സഞ്ചരിക്കുന്നവരെയോ ആരോഗ്യത്തിന് മലിനീകരണം ഉണ്ടാക്കത്തക്ക തരത്തിൽ അഥവാ ഹാനികരമാകത്തക്ക രീതിയിൽ അന്തരീക്ഷ മലിനീകരണം നടത്തിയാലും ശിക്ഷിക്കപ്പെടും. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 500 രൂപ പിഴ നൽകി ശിക്ഷിക്കുവാനാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 278 വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തരം ശിക്ഷകളുടെ അളവ് വളരെ കുറഞ്ഞിരിക്കുകയും കുറ്റം വല്ലാതെ പെരുകുകയും ചെയ്തപ്പോഴാണ് നമ്മൾ പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ നിലവിൽ വന്ന നിയമങ്ങളിൽ ആദ്യത്തേതായിരുന്നു 1974 ജലനിയമം, ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അംബുജാദേവിക്ക് കൃത്യമായ നിയമസഹായം ലഭിക്കും. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ സഹായം ലഭിക്കും. തൻ്റെ തൊട്ടടുത്തുള്ള നീർച്ചാൽ ഒരു മലിന ചാൽ ആയി മാറാതെ സംരക്ഷിക്കുവാൻ അംബികാദേവിയെ നിയമം സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഒരിടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം.